കാല് നിങ്ങൾ തന്നെ കമന്റ് ചെയ്താൽ മതി. കമന്റ് ബിലോ ചാമി കാണിച്ച് കമന്റ് ബിലോ. ഇനി നമ്മുടെ ഫോട്ടോഗ്രാഫറുടെ ഒന്നുമില്ല. ഇഷ്ടമാണ്, നല്ല രസമുണ്ട്. ഹലോ, കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇത് വീഡിയോക്ക് പോകുന്ന മുമ്പ് ഇന്ന് ഞങ്ങളുടെ കൂടെ യാത്രയിൽ ഒരാളും കൂടി കൂടുന്നുണ്ട്, ഞങ്ങളുടെ സ്വന്തം ജുവൽ. അപ്പോൾ ജുവൽ എൻ്റെ ഒപ്പം നേഴ്സിംഗ് ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ സെയിം ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി, ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഇന്ന് ഞങ്ങളുടെ ഡേ ഔട്ടാണ്. അതെ, എന്തിനു പറയണ്ടോ ജൂലെ? ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി വീഡിയോ എന്താ പറയാ 1 മില്യൺ ആക്കി തീർക്കണം. ഇവിടെ കയറുന്ന വഴിയിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോ ഡോഗ്സ്, ബൗ പാടില്ല. ഇതാണ് ഇപ്പൊ നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഗൂസ്ബെറീസ്, സ്ട്രോബെറീസ് കണ്ട ഏത് മന്തിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോബെറീസ്, റാസ്ബെറീസ്, പിന്നെ അതെ, സ്ട്രോബെറീസ് പിക്ക് ചെയ്യാം, റാസ്ബെറീസ് ഇന്ന് പിക്ക് ചെയ്യാം, ടേബെറീസ് ഇന്ന് പിക്ക് ചെയ്യാം. പിന്നെ ഇതാ ബ്ലാക്ക് കറൻസ് ഒന്നും കൂടി ഉണ്ട്, ബ്ലാക്ക് ബെറീസ്, അതൊക്കെ ഇന്ന് പിക്ക് ചെയ്യാം. കേറാണേ, ബാസ്കറ്റ് ഇല്ലല്ലോ ചേട്ടാ, എനിക്ക് കൊട്ട വേണം പറിക്കാൻ. നമ്മൾ If it's like that, we'll ask you to buy another small paddock. Yeah, we charge 10.65. Thank you. That's your card. What are you picking today? Strawberries. What's ready? The pie. Well, we've got all these fruits available. Yeah. So strawberries, blackcurrants, blackberries, raspberries, and taberries. Taberries and blackberries might be. There's not too many of those. Okay. Taberries coming towards the end. Blackberries are just starting, so they're going to get picked fairly quickly. 10.65. നല്ല ചോന്ന പോയിട്ടുണ്ട്. നീ എവിടെ പോയി ചാമി? സ്ട്രോബെറി പറിക്കാൻ പോയി. ആദ്യം ഇവിടെ ആയിരുന്നു അവർ കൊടുത്തിരുന്നത്. ഞങ്ങൾ അവിടെ ചായ കേക്ക് മുറിച്ച്. അപ്പൊ ഇതാണ് നമ്മള് പാടത്തേക്ക് എത്തിയോക്കാട്ടാ. സ്ട്രോബെറി ഫാം. നല്ല മന്ദമാരുത്. നല്ല കാറ്റുണ്ട്. സീസണൽ അനുസരിച്ചുള്ള സംഭവങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എങ്ങോട്ട് പോണേ? സ്ട്രോബെറി, ബ്ലാക്ക് കറൻസ്. ഇപ്പോൾ ഫാമിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. അപ്പൊ കയറുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കൊട്ടകളൊക്കെ വാങ്ങണം. എന്നാലാണ് നിറച്ച് നമുക്ക് മറ്റേ മിഠായി പറക്കൽ പോലെ എല്ലാ സാധനങ്ങളും ഇതിൽ പെറുക്കിടാൻ പറ്റുള്ളൂ. സ്ട്രോബെറി, കാൻബെറി, എന്തൊക്കെയോ ബ്ലാക്ക് ബെറീസോ എല്ലാ സാധനങ്ങളും റെഡിയാണ്. അപ്പൊ നമ്മൾ പതുക്കെ നമ്മൾ പറക്കണം. അതാണ് ഇവിടുത്തെ സിമ്പിൾ. മുന്നേ നോക്കണം ഏത് വശത്തെ എവിടേക്കുള്ള സാധനങ്ങൾ, എന്നിട്ടാണ് പറയാൻ വെള്ളം ഞാൻ തിരിഞ്ഞ് നടക്കേണ്ടവരോട് വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. അപ്പൊ പറിച്ചിട്ട് വരാം. ഓരോന്നും ഒരു സൈഡിൽ അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് ഇത് നിറക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. കണ്ടോ, ഇതിങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ. ഈ ഫാമിലെ പുതിയ ഇവരാട്ടാ തൊഴിലാളികളാണ്. കളം പറിക്കാൻ ഇറങ്ങിയതാണോ ഗൈസ്? ജോയിൻ ചെയ്തോ? ഞാൻ ഇല്ല, നിങ്ങൾ ചെയ്തോളൂ. ഞാൻ ഇവിടുത്തെ സൂപ്പർവൈസർ. നന്നായി പറക്കി ഉദയ സൈഡിൽ എടുക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ഇരുന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം പറക്കാനുണ്ട്. ഭയങ്കര സൂക്ഷ്മമായി പറക്കണം. ഇത്രയും കിട്ടി. കുറച്ചധികം നേരം പറക്കണം കേട്ടോ. ഇതിലൊന്നും ഇല്ല. ഇത് നിറയണമെങ്കിൽ എത്ര സമയം എടുക്കണേ? രാവിലെ തുടങ്ങി വന്ന് പറക്കണ്ട വരും ഇവിടെ ഇരുന്നിട്ട് ഓരോന്ന്. ഈ എത്ര പറിച്ചു പറിച്ചു, കഷ്ടപ്പെട്ട് ക്ഷീണിച്ചു പോയില്ലേ? ഇനി നമ്മൾ സ്ട്രോബെറി പറിക്കാൻ പോകട്ടെ. ഇവിടെ സ്ട്രോബെറീസ് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേരുള്ളൂ. ഞാൻ നോക്കിട്ട് പുറക്കെ പഴുത്ത് നിന്ന സൈഡിലൊക്കെ അയാളുടെ അടിയിലാണ് നിക്കണം. നല്ല ചോന്നിട്ടുണ്ടല്ലേ, നല്ല ഇതായി നിൽക്കുന്നല്ല, നല്ല പഴുത്തത് നോക്കി. സ്ട്രോബെറി നല്ല പല ടൈപ്പുള്ള സ്ട്രോബെറി ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കണം അതിൽ മധുരമുള്ളത് ഏതല്ലാത്ത ഏതാണ്. അപ്പോൾ സ്ട്രോബെറീസാണ് ഇപ്പോൾ നമ്മൾ പറിക്കാൻ വന്നിരിക്കുന്നത്. ഫ്ലോറൻസ്, അതൊരു സ്ട്രോബെറിയുടെ പേരാ.
അതേപോലെ തന്നെ നമ്മൾ കയറി വന്നപ്പോൾ വേറെ സ്ട്രോബെറിയുടെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, എനിക്ക് പറയാൻ അറിയത്തില്ല, നല്ല രസമുണ്ട്. ഇങ്ങനെ പഴുത്ത് നിൽക്കണതാണ് കേട്ടാ. ഇങ്ങനെ വൈക്കോലും അതിൻ്റെ അടിയിലാണ് കേട്ടോ ഇവരൊക്കെ വളർന്നു നിൽക്കണേ. ഇവിടെ കാണിച്ച് അമ്മ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം അറിയാതെ എന്താ പറിച്ച് കൊട്ട നിറഞ്ഞോ? നിറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടാ. ഞങ്ങൾ കോമ്പറ്റീഷനിലാണ് ആര് ഏറ്റവും കൂടുതൽ പറിക്കുന്നുള്ളത്. നല്ല ഫ്രഷ് ഐറ്റം, ഫ്രഷ് സാധനം കേട്ടോ. നല്ല മധുരം ഉണ്ട്. നല്ല കഴിച്ചു നോക്കിയാ നല്ല മധുരം ഉണ്ട്. കാര്യമായിട്ട് പറഞ്ഞ ഫ്രഷ് സാധനം ആയതുകൊണ്ട് ഒന്നും പറയാ. ടൈലിൽ നിന്ന് പോരാണ്ട് അനധികൃതമായി കവറില് കൊണ്ടുപോവുകയാണ്. ഈ സ്ട്രോബെറി ഫാമിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ആരാന്ന് ചെക്ക് ചെയ്യാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് എല്ലാവരുടെയും കാല് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ അധ്വാനിച്ചവരുടെ കാല് നിങ്ങൾ തന്നെ കമന്റ് ചെയ്താൽ മതി. കമന്റ് ബിലോ ചാമി കാണിച്ച് കമന്റ് ബിലോ. ഇനി നമ്മുടെ ഫോട്ടോഗ്രാഫറുടെ ഒന്നുമില്ല. ഇത് പുതിയ മോഡലാ ഒന്നും പറയില്ല. ഇത്രേ ആയിട്ടുള്ളൂ. ഇങ്ങനെ വേണം. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇതിൽ നിന്ന്? ഫാമില് വരുമ്പോ ഷൂവിന്റെ കാര്യത്തിൽ പ്രത്യേകം ഒരാൾ ഇവിടുന്ന് തേച്ചരയ്ക്കുന്നുണ്ട് പോവാൻ വേണ്ടിട്ട്. എനിക്ക് തോന്നുന്നില്ല പോയൊക്കെ പോകുന്നു. ദൈവമേ, എന്നെ മിക്കവാറും നിങ്ങളൂടെ കേട്ടില്ല തോന്നണേ. എടി ഫസ്റ്റ് ഞാൻ പുറത്തുണ്ടോന്നിട്ടില്ല. നിന്നെ ഏറ്റവും വലിയ പ്രത്യേക ശ്രദ്ധ വെള്ള ഷൂ ഒരിക്കലും ഇടരുത്. സത്യമായിട്ടും ഈശോയെ, ഇത് നമ്മൾ എന്ത് ചെയ്യടിയേ? എനിക്കൊരു പിടുത്തൂല്ല കേട്ടോ. ചവിട്ടി തേച്ചിട്ട് കയറിയാ വേണ്ടിട്ടാ. ഇത് എന്ത് ചെയ്യണം? ഇത് പോണില്ല. ഹേ ഓ മൈ ഗോഡ്, നമ്മൾ എന്ത് ചെയ്ത്? പോണില്ല. ഇതിപ്പോ എന്താ പോയത്? ദൈവമേ, എന്റെ പ്രൈമാർക്കിൽ വാങ്ങിച്ച ഷൂ. ഇനി പോകുന്നതാണ് ബ്ലാക്ക്ബെറീസ്. ഇത്ര നേരം നമ്മൾ പറിച്ചത് സ്ട്രോബെറീസും പിന്നെ മറ്റേ റാസ്ബെറീസും ആയിരുന്നു. അപ്പൊ നമ്മള് അവിടുന്ന് ഇവിടെ വരെ എത്ര വരെ അപ്പൊ കൊട്ട പകുതിയായി തുടങ്ങി കഴിച്ച് പക്ഷെ ഞങ്ങൾ കുറച്ച് സ്പേസ് ബുദ്ധിപൂർവ്വം മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പേസ് മാറ്റി വെച്ചിട്ടുണ്ട്. കിട്ടാവുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. കുറച്ച് വയറിൽ സ്പേസ് ബാക്കി ഇട്ടിട്ടുണ്ട്. പുതിയ സ്ഥലത്തേക്ക് ഇറങ്ങാം. ഇവിടെ പച്ചയാണെന്നാണ് തോന്നാറുണ്ട്. ഇത് നമ്മുടെ ആവശ്യത്തിനൊക്കെ പറിച്ചു. ഇപ്പോൾ റാസ്ബെറി സൈഡിലേക്ക് പോയപ്പോൾ അവിടെ സാധനം പഴുത്തിട്ടില്ല. അപ്പോൾ നമ്മളുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ട്രോബെറി 2 കൊട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കി നോക്കാം നമുക്ക്. നല്ല ഫ്രഷ് സാധനങ്ങൾ കേട്ടോ. ക്യാബേജ് ഉണ്ട്. ഇതാണ് ഹൈലൈറ്റ്. ചാമിനൊരു ടിൻസ് ആയിട്ടുള്ളൊരു സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ജാമ് പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഒക്കെ ഫ്രഷാണ്. ക്ഷീണിച്ചതിന് ശേഷം നമ്മൾ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോഫി കഴിച്ചുകൊണ്ട് നമുക്ക് ചില്ലേക്കാം. അതിലേതിന് ടേബിൾ വയ്യ. നല്ല ബ്രൈറ്റ്നെസ് അല്ലേ. അപ്പോൾ സ്ട്രോബെറി ഫാമിലത്തെ എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യത്തിന് ഞങ്ങൾ പറിച്ചു, കുറേ തിന്നും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് വിശന്നേ. ഇതേ നമ്മളപ്പോൾ നല്ല നല്ല എന്താ പറയുക കേക്കും നല്ല കോഫിയും. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിക്കുകയാണ്. മഴയൊന്നുമില്ല. അതേപോലെ നമ്മുടെ സ്ട്രോബെറീസൊക്കെ അതെ ഇവിടെ നല്ല ചുവന്ന് തുടുത്ത സ്ട്രോബെറീസ് കണ്ടാ. നല്ല ഒറിജിനൽ സാധനം കേട്ടോ. കോഫി കുടിച്ചു, പിന്നെ എന്താ കേക്കൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അടുത്ത ബെറി പറിക്കാൻ ഇറങ്ങാണ്. ഇതിപ്പോൾ എന്നിട്ട് ടൈബറീസ് എന്ന് പറഞ്ഞിട്ടൊരു ബെറിയാണ്. നല്ല റെഡ് കളറിൽ. നമ്മൾ പഴുത്തത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി പറിക്കണം. പിന്നെ കുഞ്ഞു കുറേ മുള്ളുകളുണ്ട്. അപ്പോൾ കൈമലൊക്കെ കുത്തി കയറും. അത് കാരണം ഒക്കെ ശ്രദ്ധിച്ച് പറിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫാമിൻ്റെ സൈഡിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, അതിങ്ങനെ വിശാലമായി കിടക്കുക. അത് നമ്മൾ കണ്ടുപിടിക്കണം ഈ ബെറി ഏതാക്കുള്ളത്. വലിയ അറിയൊന്നുമില്ല, എന്നാലും ഞാൻ ആ ബെറിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ സാധനം കണ്ടാ.
ഈ ചോന്ന കളറില് മധുരം ബ്ലാക്ക്ബെറിയുടെ അത്ര മധുരം ഇല്ല, പക്ഷെ ഒരു എന്നാലും ചെറുതായിട്ടൊരു മധുരം ഉണ്ട്. ബ്ലാക്ക്ബെറി വെച്ചാൽ കുറച്ചുകൂടി മധുരം കൂടുതലായി, റെഡ് കളറായിരിക്കും, പക്ഷെ ഇത് ഒരു ലൈറ്റ് കളറാണ്. നല്ല രസമുണ്ട്. ഇതാണ് ആ സാധനം. നൈസ്. നമ്മുടെ കൈമൊക്കെ ഇങ്ങനെ ചോര പോലെ കാണാം, പക്ഷെ അത് ചോരല്ല, അത് ആർട്ടിഫിഷ്യലാണ്. ഇതിവിടെ എല്ലാവരും ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നു. സ്ട്രോബെറിയുടെ കൂടെ നമ്മൾ മുള്ളൂത്തല്ലേട്ടാ. കർഷകി എന്ത് ചെയ്യാ? ഇനി അടുത്ത എന്താ പറയാ, അടുത്ത മേച്ചിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അധികം വൈകാതെ ഇതൊക്കെ അപ്രത്യക്ഷമാകുന്നതായിരിക്കും. ഇവിടെ ഒരു കർഷകൻ ഉണ്ടായിരുന്നല്ലോ. ഹലോ കർഷക, കള പറിക്കാൻ ഇറങ്ങിയതാണോ? നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, സൂപ്പറാണ്. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിച്ചു പോകും, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് പൊട്ടിക്കുന്നു അപ്പുറ സൈഡിലൊക്കെ. ശരി കേട്ടോ, ഞങ്ങൾ ഇത് വേറെ എന്തൊരു ബെറിയാ പഴുത്തിട്ട് ഞാൻ വെച്ച് പോയി. പിന്നെ ഇരുമിന്റെ സാധനമാണ് ചോര. ചോര ചോര കുട്ടിട്ട ചോര തുടച്ചു കളയേ ചോര പറ്റിച്ചേ ചോരയല്ല കേട്ടോ. അപ്പൊ നമ്മുടെ യാത്ര മടക്കായി തുടങ്ങി. നോക്കട്ടെ ചമ്മി, ഇത്രയും കഷ്ടപ്പെട്ട് പൊട്ടിച്ചു. കൈ നോക്കട്ടെ, കയ്യില് കളർഫുൾ ആയി ഉണ്ടാവല്ലോ, ചുവന്ന കളറും മഞ്ഞ കളറൊക്കെ. രക്തപങ്കിലും എന്തോന്ന് ഏത് പങ്കിലും. അരെ ബായ്, അരെ സേട്ടോ ആ കൊട്ടൊന്ന് കാണിച്ചു തരൂ സേട്ടോ. അരെ സേട്ടോ, വാ ഇത് കളർഫുൾ ആയിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ. ലെയറാണ്, സ്മൂത്തി ഒക്കെ ഉണ്ടാകണ പോലെ. അപ്പൊ ഇന്നത്തെ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇന്നത്തെ നന്നായിട്ടുണ്ട്. കുറച്ച് കൊട്ട ഒരു 3-4 മേടിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് പറിച്ചിട്ട് കൊണ്ടുപോകാം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇവിടെ സ്ട്രോബെറി ഫാമിൽ നമ്മുടെ ഡേ ഔട്ട് തീരാണ്. അപ്പൊ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. ഒരു പ്രത്യേക കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പുറത്തെ ഒരു ബെൽ ബട്ടൺ അത് തല്ലി പൊടിക്കുക, അങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടട്ടെ. ഓക്കെ, അപ്പൊ ബൈ ബൈ. ചോര